133 ദിവസത്തെ വിസ്താരം, 261 സാക്ഷികൾ. നടി ആക്രമിച്ച കേസിൽ കേരളം ഉറ്റുനോക്കുന്ന വിധി ഇന്ന്. നടിയെ ആക്രമിച്ച കേസിൽ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഇന്ന് അന്തിമ വിധി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസാണ് വിധി പറയുന്നത്. 11-ന് കോടതി നടപടികൾ ആരംഭിക്കും. കോവിഡ് ലോക്ക്ഡൌണിന് പുറമെ പ്രതികളിൽ ഒരാളായ നടൻ ദിലീപും പ്രോസിക്യൂഷനും അതിജീവതയും പലതവണ മേൽക്കോടതികളിൽ നൽകിയ ഉപഹർജികളും അപ്പീലും വിചാരണ നീണ്ടുപോകാൻ കാരണമായി. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മാസങ്ങളോളം വിചാരണ നിർത്തിവെച്ചാണ് തുടരന്വേഷണം നടത്തിയത്. 2017 ഫെബ്രുവരി 17-ന് ഷൂട്ടിംഗ് ആവശ്യത്തിന് തൃശൂരിൽ നിന്നുള്ള യാത്രക്കിടെ എറണാകുളം അത്താണിയിൽ വെച്ചാണ് നടി ആക്രമിക്കപ്പെട്ടത്. പൾസർ സുനി ഉൾപ്പെട്ട സംഘം കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കുകയും അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തെന്നാണ് കേസ്. പ്രധാന പ്രതി ഉൾപ്പെടെയുള്ളവർ പെട്ടെന്ന് പോലീസിന്റെ പിടിയിലായി. അതേ വർഷം ജൂലൈയിൽ നടൻ ദിലീപിനെയും അറസ്റ്റ് ചെയ്തു. കേസിൽ 10 പ്രതികളാണുള്ളത്. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, VP വിജീഷ്, H സലീം, പ്രദീപ്, ചാർലി തോമസ്, നടൻ ദിലീപ്, സനൽകുമാർ, ശരത് ജി നായർ എന്നിവരാണ് പ്രതികൾ. അതേസമയം 8 വർഷങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന വിധിക്ക് രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രാധാന്യം വളരെ വലുതാണ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും 6 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നതിനാൽ ദിലീപിന്റെ കേസിന്റെ വിധി എന്തു തന്നെയായാലും അത് രാഷ്ട്രീയ കേരളത്തിലും സ്വാധീനം ചെലുത്തുമെന്നതിലും തെല്ലും സംശയമില്ല. ഇന്ന് കൊച്ചിയിലെ വിചാരണ കോടതി കേസിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് വിധിച്ചാൽ ഇടതുപക്ഷത്തിനും ഇടതു സർക്കാരിനും വലിയ നേട്ടമാണ്. നിയമവാഴ്ചയോടുള്ള പ്രതിബദ്ധതയുടെ ഉദാഹരണമായി CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി ഫലത്തെ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. VIP പ്രതിക്ക് പോലും പോലീസിൽ നിന്ന് പ്രത്യേക പരിഗണന ലഭിച്ചിട്ടില്ലെന്ന് സർക്കാരും CPM-ഉം ഉയർത്തിക്കാട്ടും. അതേസമയം ദിലീപിന് അനുകൂലമാണ് വിധിയെങ്കിൽ പ്രതിപക്ഷത്തിനും രാഷ്ട്രീയ ആയുധമാക്കാം. സ്ത്രീ സുരക്ഷയെയും നിഷ്പക്ഷമായ അന്വേഷണത്തെയും കുറിച്ചുള്ള സർക്കാരിന്റെ പൊതു അവകാശവാദങ്ങൾ കോടതി മുറിയിലെ ഫലങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നതിന്റെ ഒരു തെളിവായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടും. അതിജീവതയായി നടി ആക്രമിക്കപ്പെട്ട സമയത്ത് ആദ്യം അഭയം തേടിയവരിൽ ഒരാൾ കോൺഗ്രസ് നേതാവായിരുന്ന PT തോമസ് ആയിരുന്നു എന്നതും പ്രതിപക്ഷവാദത്തിന് ബലമേകും. ഏതായാലും 8 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനാണ് ഇന്ന് വിധി വരാൻ പോകുന്നത്. കേസിലെ വിധി മാത്രമായിരിക്കും ഇന്ന് പ്രഖ്യാപിക്കുക. ശിക്ഷാവിധി പിന്നീടായിരിക്കും പ്രഖ്യാപിക്കുക.